ലീഡ്സിന്റെ ഗ്രൗണ്ടായ എല്ലൻസ് റോഡിൽ പ്രീമിയർ ലീഗിലെ തങ്ങളുടെ 14ാം മത്സരത്തിനിറങ്ങുമ്പോൾ ചെൽസിക്ക് കാര്യമായ ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലെ മികച്ച പ്രകടനം നൽകുന്ന ആത്മവിശ്വാസം, പിന്നെ റെലഗേഷൻ സോണിൽ മോശം ഫോമിൽ നിൽക്കുന്ന ലീഡ്സ് യുണൈറ്റഡ്, എല്ലാം തങ്ങൾക്ക് അനുകൂലമാണെന്ന് അവർ പ്രതീക്ഷിച്ചു. എന്നാൽ ലീഡ്സിന്റെ പോരാട്ട വീരത്തിന് മുമ്പിൽ ചെൽസിക്ക് കീഴടങ്ങേണ്ടി വന്നു. 1960കളിൽ മുതൽ നിലനിൽക്കുന്ന ചിരവൈരികളുടെ പോരാട്ടം തുടങ്ങുമ്പോൾ എല്ലൻസ് റോഡിലെ അന്തരീക്ഷം തീവ്രമായിരുന്നു. ആരാധകരുടെ ആവേശം ഏറ്റുവാങ്ങി ലീഡ്സ് 6ാം മിനിറ്റിൽ തന്നെ മുമ്പിലെത്തി. ആൻഡൻ സ്റ്റാച്ചിന്റെ കോർണറിൽ ജാക്ക ബിജോൾ തൊടുത്ത തകർപ്പൻ ഹെഡർ ഗോൾ കീപ്പർ റോബർട്ട് സാഞ്ചസിന്റെ കൈകൾ വീതിച്ച് വലയിലേക്ക് തുളച്ചു കയറി. ക്ലബിനായുള്ള ബിജോളിന്റെ ആദ്യ ഗോളായിരുന്നു അത്. ആദ്യ 20 മിനിറ്റുകളിൽ ലീഡ്സ് എതിരാളികൾക്ക് ഒട്ടും ഇടം നൽകിയില്ല. ചെൽസിക്ക് കളിയിലൊന്ന് പിടിമുറുക്കാൻ പോലും സാധിക്കും മുമ്പ് തന്നെ ലീഡ്സ് വീണ്ടും പ്രഹരിച്ചു. ആദ്യ പകുതി അവസാനിക്കാൻ 2 മിനിറ്റ് മാത്രം ശേഷിക്കെ ലൂക്കാസ് നെമേച്ചയുടെ പ്രസിംഗിൽ ലഭിച്ച പന്ത് ആവോ തനാക 25 വാര അകലെ നിന്നും ഒരു ലോങ് റേഞ്ചർ തൊടുത്തു. അത് വലയുടെ താഴ്ഭാഗത്തേക്ക് പറന്നിറങ്ങിയപ്പോൾ ലീഡ്സ് 2-0 മുന്നിൽ. കഴിഞ്ഞ ആഴ്ച ബാഴ്സയെ തകർക്കുകയും ആഴ്സണലെ സമനിലയിൽ തളർത്തുകയും ചെയ്ത ചെൽസി അത്ര പെട്ടെന്ന് തോൽക്കാൻ തയ്യാറായില്ല. 2ാം പകുതിയിൽ 5ാം മിനിറ്റിൽ ജെയ്മി ഗിറ്റൻസ് ഇടതുവിങ്ങിൽ നിന്നും ജെയ്ഡൻ ബേഗലിനെ മറികടന്ന് മാർക്ക് ചെയ്യപ്പെടാവുന്ന നെറ്റോയ്ക്ക് ഫാർപാസിലേക്ക് ക്രോസ് നൽകിയപ്പോൾ നെറ്റോ സീസണിലെ തന്റെ 5ാം ലീഗ് ഗോൾ നേടി ചെൽസിയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഇതോടെ കളി ചെൽസിയുടെ വലുതിലേക്ക് എത്തുമോ എന്നൊരു ആശങ്ക ലീഡ്സ് ആരാധകർക്കുണ്ടായി. കണങ്കാലിനും കാൽവിരലുമേറ്റ പരിക്കിൽ നിന്ന് മുക്തി നേടി സെപ്റ്റംബർ 20 ശേഷം ആദ്യമായി കളിക്കാനിറങ്ങിയ സൂപ്പർ താരം പാമർക്ക് ഗർണാച്ചോ നൽകിയ മനോഹരമായ അവസരം ഗോളാക്കാൻ സാധിച്ചില്ല. എന്നാൽ കിട്ടിയ അവസരങ്ങൾ നന്നായി മുതലെടുത്ത ലീഡ്സ് ചെൽസിയെ വീണ്ടും സമ്മർദ്ദത്തിലാക്കി. 72ാം മിനിറ്റിൽ ചെൽസി പ്രതിരോധം വരുത്തിയ പിഴവാണ് കളിയുടെ ഗതി മാറ്റിയത്. ടോസിൻ അഡരവിയോ ഗോൾ കീപ്പർക്ക് നൽകിയ ബാക്ക് പാസ് പിടിച്ചെടുത്ത് ക്ലവർട്ട് ലെവിൻ ലീഡ്സിന്റെ 3 പോയിന്റ് ഉറപ്പിച്ചു. തുടർച്ചയായ 4 തോൽവികൾക്ക് ശേഷം കിട്ടിയ 3 പോയിന്റ് റെലഗേഷൻ സോണിൽ നിന്നും തൽക്കാലത്തേക്കെങ്കിലും ലീഡ്സിന് രക്ഷ നൽകും. മറ്റു മത്സരങ്ങളിൽ ബ്രെൻഫോർഡിനെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ച് ആഴ്സണൽ 1ാം സ്ഥാനം അരക്കിട്ടുറപ്പിച്ചു. മോശം ഫോമിൽ തുടരുന്ന ലിവർപൂളിനെ ആൻഫീൽഡിൽ സണ്ടർലാൻഡ് സമനിലയിൽ പിടിച്ചപ്പോൾ 7 ഗോളുകൾ പിറന്ന ത്രില്ലർ മാച്ചിൽ ബ്രൈറ്റനെ 4-3 തോൽപ്പിച്ച് ആസ്റ്റൺ വില്ല ചെൽസിയെ മറികടന്ന് 3ാം സ്ഥാനത്തേക്ക് കുതിച്ചു. സ്വയം വരുത്തിയ പിഴവുകളിൽ നിന്നും തോൽവി ഏറ്റുവാങ്ങിയ ചെൽസി 24 പോയിന്റുമായി 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു.